ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു ഷംസി ഫോർ ടെക്. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഗായ്സ്. കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അത് പോരാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബിനോട് ബെല്ല് തല്ലി പൊളിച്ചിട്ട് സബ്സ്ക്രൈബ് ഓൾ ചെയ്യുക. അപ്പോൾ എല്ലാ പുതിയ അപ്ഡേറ്റ്സുകളും നിങ്ങളുടെ മുന്നിൽ കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ അധികം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമുക്ക് നമ്മുടെ ടെക് ന്യൂസിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ടെക് ന്യൂസ് പറയാൻ പോകുന്നത് നമ്മുടെ മൈറ്റി ജയന്റ് സാംസങ് ഒരു ട്രൈഫോൾഡ് സീരീസ് ഇറക്കാൻ പോകുന്നുണ്ട്. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ അതിൻ്റെ ഒരു റെൻഡർ ഇട്ടിരുന്നു. അപ്പോൾ മുന്നത്തെ വീഡിയോ നിങ്ങൾ കാണുക. അതിൻ്റെ പാറ്റേണും കാര്യങ്ങളും അതിൻ്റെ ഡിസൈനൊക്കെ ഞാൻ അതിലിട്ടിരുന്നു. എന്നാൽ അവർ ചെറിയൊരു മാറ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അവരിതിന് വിളിക്കാൻ പോകുന്ന പേര് ട്രൈഫോൾഡ് എന്നല്ല, ജി ഫോൾഡ് എന്നാണ് ഇതിൻ്റെ പേര് ഇട്ടിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റും കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നാണ്. സാംസങ്ങിൻ്റെ S26 അൾട്രക്ക് ഒരു പിഞ്ച് ഓഫ് റൂമറും കൂടെയാണ് ഇത് പറയാനുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് അംഗീകരിക്കാം, അല്ലെങ്കിൽ അംഗീകരിക്കാണ്ടിരിക്കാം. S26 അൾട്രയിൽ അവർ അണ്ടർ ഡിസ്പ്ലേ ക്യാമറ വെച്ചിട്ടാണ് റിലീസ് ചെയ്യാൻ പോകുന്നു എന്നാണ് സാംസങ് അവകാശപ്പെടുന്നത്. എത്ര ആൾക്കാർ ഇതിനോട് അംഗീകരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പക്ഷേ എനിക്ക് Z Fold 6ൻ്റെ അണ്ടർ ഡിസ്പ്ലേ ക്യാമറ എനിക്ക് അത്രക്കും ക്ലാരിറ്റി എനിക്ക് യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. സാംസങ് അല്ല ഈ ഒരു അണ്ടർ ഡിസ്പ്ലേ ടെക്നോളജി കൊടുക്കുന്നത്. ZTE എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് വേൾഡിൽ ആദ്യമായിട്ട് അണ്ടർ ഡിസ്പ്ലേ ടെക്നോളജി ക്യാമറ കൊടുക്കുന്നത്. അതിപ്പോൾ സാംസങ്ങും ആ ഒരു പാത പിന്തുടരാൻ പോകുന്നുണ്ട്. അതൊരു പിഞ്ച് ഓഫ് റൂമറും കൂടെയാണ് പറയണത്. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ ഡിസ്പ്ലേ ക്യാമറ സാംസങ്ങിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ ക്ലാരിറ്റി കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം എൻ്റെ മനസ്സിൽ ഓടുന്നുണ്ട്. നിങ്ങളുടെ സംശയം നിങ്ങൾ വീണ്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താം. ക്ലാരിറ്റീൻ്റെ കാര്യത്തിലിട്ടാം. സാംസങ്ങിൻ്റെ ഗാലക്സി S26 സീരീസ് അടുത്ത വർഷം എന്തായാലും ഇറങ്ങുമല്ലോ. ഇവർ വീണ്ടും എക്സിനോസിൻ്റെ ചിപ്സെറ്റ് വെച്ചിട്ട് ഇറക്കുമെന്നാണ് പറയുന്നത്. എല്ലാ സീരീസുകളും എക്സിനോസ് ആവാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു സംശയമാണ്. S26+, അതേപോലെ S26, S26 FE, ഇനി അതിൻ്റെ പുതിയത് ഒരു സ്ലിം എന്തായാലും വരുമല്ലോ. അതൊക്കെ എന്തായാലും എക്സിനോസ് ആയിരിക്കും. S26 അൾട്രയിലേക്ക് വരുമ്പോൾ പ്ലീസ് എക്സിനോസ് ഉണ്ടാക്കല്ലേ. അതിന് പകരം നിങ്ങൾ സ്നാപ്ഡ്രാഗൺ ഏതാണോ ആ സമയത്ത് ലേറ്റസ്റ്റ് വരുന്നത്, ഒരു വർഷം കഴിഞ്ഞാലും എന്തായാലും ഇറങ്ങാം. ഒരു തക്രീബൻ ഒരു ജാനുവരി കൊടുക്കണ കൂടിയിട്ടായിരിക്കും ഇറങ്ങാം, പ്രതീക്ഷിക്കാം. ജാനുവരി ആ ഇറങ്ങണ സമയത്ത് പ്ലീസ് നിങ്ങൾ സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റ് വെച്ചിട്ട് ഇറക്കുന്നതാണ് ബെറ്റർ. ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് മറ്റേ 82 അല്ലെങ്കിൽ അതിൻ്റെ കൊലകൊമ്പനോ ഏതാണ് ആ സമയത്ത് വരുന്നത്, ആ ചിപ്സെറ്റെങ്കിലും ഇറക്കാം. ബാക്കി എനിക്കൊരു വിശ്വാസമല്ല. ബാക്കിയുള്ള ഞാൻ പറഞ്ഞ 3 മോഡലുണ്ടല്ലോ, യാതൊരു രീതിയിൽ എനിക്ക് താല്പര്യമില്ല. പിന്നെ എന്ത് മാറ്റം കൊണ്ടുവരും എന്നുള്ളത് ആ സമയത്ത് എന്തായാലും കണ്ടറിയാം. ബാറ്ററിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ടെക്നോളജിയുടെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ, സ്റ്റൈലസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ, അതൊരു നിസ്സംശയമാണ്. എനിക്കിപ്പോൾ വലിയ വിശ്വാസം ഇപ്പോൾ സാംസങ്ങിനോട് ഇല്ലാണ്ടായി. S25 അൾട്ര ഇറങ്ങിയതിന് ശേഷം നോട്ട് അപ് ടു ദ മാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഒട്ടും കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും കൊള്ളില്ല. അപ്പോൾ എനിക്ക് തീരെ വിശ്വാസമല്ല ഇപ്പോൾ സാംസങ്ങിനോട്. S26 സീരീസ് എന്തായിരിക്കും എന്നുള്ള ഹൈപ്പ് അന്ന് കണ്ടറിയാം. പ്ലീസ് ഫ്ലാഗ്ഷിപ്പ് ഫോണിനെങ്കിലും പ്ലീസ് സാംസങ്ങിനോട് പറയാനുള്ളത്,
സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റ് കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വലിയൊരു കൈ കൂടെ ഉണ്ട്, ഒരു അഭ്യർത്ഥനയാണ്. ഒരു അഭ്യർത്ഥനയാണ് നിങ്ങളോട് പറയാനുള്ളത്. നത്തിങ്ങിൻ്റെ 3A എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ മാർച്ചിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ലൈവ് ഈവൻറ്റും കാര്യങ്ങളും കാൾപൈ അണ്ണനെ നടത്തുന്നുണ്ട്, ഹൈപ്നെസ്സും കൊടുക്കുന്നുണ്ട്. നത്തിങ് 3A സ്പെക്ക് വരുമ്പോൾ ഇത് സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 3 2.4 GHz ക്ലോക്കിംഗ് സ്പീഡ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 120 Hz റിഫ്രഷിംഗ് റേറ്റ്, 6.8 ഡിസ്പ്ലേ ആണ് വരുന്നതും, അതും AMOLED ഡിസ്പ്ലേ ആണ്. പിന്നെ 5000 mAh ബാറ്ററി, അപ് ടു 45 watts ചാർജിങ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഡിസൈനും കാര്യങ്ങളും ഇദ്ദേഹം ലീക്ഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാർച്ചിൽ വെയിറ്റ് ചെയ്യാം. സ്നാപ്ഡ്രാഗൺ 7S Gen 3 വെച്ചിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ ഒരു പ്രോസസ്സറിനെ കമ്പയർ ചെയ്യുമ്പോൾ 7200 Pro വെർഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി സ്പീഡ് കുറവാണ്. കാരണം ഞാൻ നത്തിങ് 2A ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹെഡ് ടു ഹെഡ് കമ്പാരിസൺ വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തൊരു കാര്യം നത്തിങ് 2A ആണ്. ഇനിയൊരു നിങ്ങൾക്കൊരു മേജർ അപ്ഗ്രേഡ് വേണമെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നത്തിങ് ഫോൺ 3 എടുക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ എന്നാണ് പറയാനുള്ളത്. പിന്നെ ഇത് ഓക്കെ, ഒരു പ്രൈസ് വൈസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഗ്ലിഫ് ലൈറ്റും കത്തും, ഇതിലും ലൈറ്റും കത്തും. അത് വേറൊരു കാര്യം. ഡിസൈനിലൊരു കുറച്ച് മാറ്റങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നല്ലൊരു കാര്യമാണ്. ഇനി സോഫ്റ്റ്വെയറിൻ്റെ ഒരു അപ്ഡേഷനും കൂടെ ഞാൻ വെയിറ്റ് ചെയ്യണം എന്തായിരിക്കും എന്നുള്ളത്. പിന്നെ ഒരു റൂമർ ഞാൻ കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നത്തിങ് 3A ക്യാമറ ഷട്ടർ ബട്ടൺ വരും എന്നാണ് പറയണത് കേട്ടത്. അപ്പോൾ പിഞ്ച് ആൻഡ് സോൾട്ടാണ്, എനിക്ക് തോന്നണില്ല ഇറങ്ങുമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ കൊണ്ട് രേഖപ്പെടുത്തണം. ആസൂസ് ഒരു പുതിയ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഗായ്സ്. ZenFone Ultra എന്നാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പേര്. ഇത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഇതുണ്ടാവുന്നതല്ല, മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഈ ഒരു മുതൽ ഉണ്ടാവുന്നതല്ല. ഇനി ക്യാമറ ഡിസൈന് വെച്ച് നോക്കുമ്പോൾ മഹനെ എനിക്ക് പറയാനുള്ളത് ഡിസൈന് വളരെ ശോകകരമാണ്. ഒരു ബാക്കിൻ്റെ ഡിസൈൻ എനിക്ക് കണ്ടിട്ട് എനിക്ക് സത്യം പറയാൻ കാർക്കിച്ചിട്ട് തുപ്പാൻ തോന്നിയ ഒരു മുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് ജനറൽ സ്പെക്സ് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ഒരു ചിപ്സെറ്റും സ്പെസിഫിക്കേഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പെക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇത് സ്നാപ്ഡ്രാഗൻ്റെ 8 Elite ചിപ്സെറ്റാണ് വരുന്നത്. UFS 4.0, 256GB 12GB റാം, LPDDR5X റാമാണ് ഇതിൽ വരുന്നത്. കാരണം സ്നാപ്ഡ്രാഗൺ 8 Elite ആയതുകൊണ്ട് LPDDR5X റാമാണ് വരുന്നത്. 5500 mAh ബാറ്ററി, 80 watts ചാർജിങ് സ്പീഡ് എന്തായാലും ബോക്സിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. 144 Hz റിഫ്രഷിംഗ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ 6.78 AMOLED സ്ക്രീനും വരുന്നുണ്ട്. പിന്നെ ഇത് അഡാപ്റ്റീവ് റിഫ്രഷിംഗ് റേറ്റും ഇതിന് സപ്പോർട്ട് ചെയ്യും. അതായത് 1 Hz to 144 Hz വരെ ഈ ZenFone Ultra'യിലും സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ BGMI കളിക്കുന്ന ആൾക്കാരോട് പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ 120 FPS നിങ്ങൾക്ക് BGM കളിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ മുൻകൂട്ടി അപ്ഡേറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഡിസൈനിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് തീരെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇൻ ജനറലി സ്പെക്ക് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ബെസ്റ്റ് ഫോൺ എന്ന് വേണമെങ്കിൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യാം. വിവോൻ്റെ പുതിയ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഫെബ്രുവരി 17 അതിൻ്റെ ലോഞ്ചിങ്. വിവോൻ്റെ V50 എന്ന് പറയുന്ന മോഡലാണ് ഇറങ്ങാൻ പോകുന്നത്. 6000 mAh ബാറ്ററി ബാക്കപ്പ്, സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് അതിലും വരുന്നത്. 90 watts ചാർജർ, പിന്നെ IP68ഉം IP69 റേറ്റിംഗ് വെച്ചിട്ടാണ് ഈ വിവോൻ്റെ V50 40 അല്ല V50 ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ഒരു പ്രതീക്ഷ ഇതിൽ പറയാൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാൾ സൈസിൻ്റെ
ലെൻസാണ് ഇതിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പ്രതീക്ഷയാണ് ഞാൻ പറയുന്നത്, പ്രതീക്ഷയാണ് കേട്ടോ. ആ പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൾ സൈസിൻ്റെ 3rd ജനറേഷനോ അല്ലെങ്കിൽ 4th ജനറേഷൻ സെൻസർ വെച്ചിട്ടാണ് ഇത് ഇറങ്ങുന്നുണ്ടെങ്കിൽ നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാകുക. അത് പറയേണ്ട ഒരു കാര്യം കൂടെയാണ്. കാരണം അവരുടെ V40 സീരീസിൻ്റെ കാൾ സൈസ് ലെൻസിന് അപാര റിസൾട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇൻ ഹാൻഡ് ഫീലിംഗ് എൻ്റെ കയ്യിൽ കിട്ടുന്നതല്ല, നിങ്ങൾ ഒഫീഷ്യൽ സ്റ്റോർസിൽ പോയിട്ട് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക്. അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം. പിന്നെ ഇത് ഫൺ ടച്ച് OSൻ്റെ 15 ആയിരിക്കും ഇതിൽ വർക്ക് ചെയ്യുക. പിന്നെ ആൻഡ്രോയിഡിൻ്റെ 15 ആയിരിക്കും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അതും വരുന്നത്. പിന്നെ പോരാത്തതിനൊരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ട ഒരു കാര്യം, സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 3 ചിപ്സെറ്റാണ് ഇതിൽ ഇറക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ചിപ്സെറ്റ് ഇച്ചിരി കൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കുറച്ചുകൂടെ ബെറ്ററാണ്. ആ ഒരു അഭിപ്രായത്തിനോട് നിങ്ങൾ എത്ര പേര് യോജിക്കും എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറിൻ്റെ ഒരു കാര്യം. ഇവരിതിലൊരു പുതിയ ഒരു കളറ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഒരു പിങ്ക് കളറ്. അത് ഞാനിതിലിടാം, പോയി കണ്ടോ, നല്ല രസമുള്ള ഒരു കളറാണ്. ഡിസൈൻ്റെ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കാര്യമായിട്ട് ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഷിയോമി ഫെബ്രുവരി 26 ഒരു 6 മുതൽ ഇറക്കാൻ പോകുന്നുണ്ട്. ഷിയോമിൻ്റെ 15 അൾട്ര ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അതും അപാര സാധനമാണ് ഇറങ്ങാൻ പോകുന്നത്. അതിൻ്റെ റെൻഡർ ഇതിൽ ഞാൻ ഇടുന്നുണ്ട്. ഇത് സ്നാപ്ഡ്രാഗൻ്റെ 8 Elite ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. 6000 mAh ബാറ്ററി, 90 വാട്ട്സിൻ്റെ ചാർജർ, 2K റെസൊല്യൂഷനാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. LYTൻ്റെ 900 സോണിയുടെ സെൻസറാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. 120 ഹേർട്സിൻ്റെ റിഫ്രഷിങ് റേറ്റ്, ഒന്നില്ലെങ്കിൽ 256 GB അല്ലെങ്കിൽ 512 ആയിരിക്കും. റാം സത്യത്തിൽ 16 GB റാമാണ് വരുന്നത്. UFS 4.0 LPDDR5Xൻ്റെ റാമാണ് ഇതിൽ വരുന്നത്. പിന്നെ 90 വാട്ട്സിൻ്റെ ഹൈപ്പർ ചാർജർ ഇതിൽ വരും. പിന്നെ ലൈക്കാനായിട്ട് ഇൻറ്റിഗ്രേറ്റഡ് കൂടെയാണ്. അപ്പോൾ പറയാനില്ല, വേറെ തന്നെ ലെവലാണ് സാധനം. അതും LTPO ഡിസ്പ്ലേ ആണ്. 1 to 120 ഹേർട്സ് റിഫ്രഷിങ് റേറ്റ്, അഡാപ്റ്റീവ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇത് 6.7 അല്ലെങ്കിൽ 6.8 ഇഞ്ചിലായിരിക്കും AMOLED സ്ക്രീന് ഇറക്കാൻ പോകുന്നത്. ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇതിൽ പറയുന്നത് ഇത് 2K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ആ ഒരു കാര്യത്തിലാണ് വേറെ തന്നെ. ഡിസൈന് അപ്രോക്സിമേറ്റ്ലി എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ചിലപ്പോൾ ഡിസൈനിൽ മാറ്റം വരാം, അല്ലെങ്കിൽ അവർ ഷിയോമി 14 അൾട്രൻ്റെ അതേ ഡിസൈൻ ആയിരിക്കുമ്പോൾ ഇതിൽ കൊണ്ടുവരാം എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് എനിക്ക്. ആ ഒരു കാര്യത്തിൽ ഡിസൈനിൽ മാറ്റം വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സാംസങ്ങിൻ്റെയും അല്ലെങ്കിൽ ആപ്പിളിൻ്റെയും ആ പാത ഒരിക്കലും നിങ്ങൾ പിന്തുടരരുത് എന്നാണ് എനിക്ക് ഷിയോമിനോട് പറയാനുള്ളത്. ആസൂസ് ഒരു 16 ലെവൽ ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നുണ്ട്. ആസൂസിൻ്റെ ROG 9 FE എന്ന് പറഞ്ഞ ഫാൻ എഡിഷൻ ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇനി അതിൻ്റെ സ്പെക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 3 ചിപ്സെറ്റാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. LPDDR5Xൻ്റെ റാം ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. UFS 4.0 16 GB റാം, 256 GB വേരിയൻ്റ് അല്ലെങ്കിൽ 512 GB, അതും 16 GB-യിലാണ് ഇറങ്ങാൻ പോകുന്നത്. 5500 mAh ബാറ്ററി, 65 വാട്ട്സിൻ്റെ ചാർജർ ഇതിൽ വർക്ക് ചെയ്യും. അതുമാത്രമല്ല ബോക്സിൻ്റെ ഉള്ളിൽ ഈ സാധനം കൂടെ ഇതിൽ ഉണ്ടാവുന്നതാണ്. പിന്നെ LTPO AMOLED 6.7 AMOLED സ്ക്രീനാണ് വരുന്നത്. 165 ഹേർട്സിൻ്റെ റിഫ്രഷിങ് റേറ്റ്, അതും അഡാപ്റ്റീവ് റിഫ്രഷിങ് റേറ്റ് ആണ്. 1 ഹേർട്സ് ടു 165 വരെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് പിന്നെ വേറൊരു പ്രത്യേകതയും കൂടെ ഇതിൽ പറയേണ്ട, ആരും പറയാത്തൊരു കാര്യം ഞാൻ ഇതിൽ പറയാൻ പോകണം, നിങ്ങളുടെ മുന്നിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകണം. ഗെയിം ജെനി ഓണാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് 185 ഹേർട്സിൽ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. എന്താണ് സാധനം!
എന്താ ഞാൻ ഇതിന് പറയാം. പിന്നെ ഇത് IP68 കൂടെയാണ്, വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസും കൂടെ. ക്യാമറ നിങ്ങൾ നോക്കട്ടെ. ഗെയിം കളിക്കുന്ന ഭ്രാന്തന്മാരുണ്ട്, അവർക്ക് പറ്റിയ സാധനം ഇത്. അത് പോരാണ്ട് നിങ്ങൾ ഗാഡ്ജറ്റ്സ് വേറെ സെപ്പറേറ്റ് മേടിക്കുക, അതിൻ്റെ കൂളിംഗ് സിസ്റ്റം കൂടെ മേടിക്കുക. അത് പോരാണ്ട് അതിൻ്റെ ഗ്ലൗസും ട്രിഗറും മേടിച്ചിട്ട് പബ്ജിയോ കോൾ ഓഫ് ഡ്യൂട്ടിയോ മോഡേൺ വാർഫെയറോ എന്ത് തേങ്ങ പിണ്ണാക്കണോ നിങ്ങൾക്ക് വേണ്ടത് അതിലേക്ക് നിങ്ങൾ കളിച്ച് സ്ട്രീം ചെയ്തിട്ട് മോദരണ്ട് മേടിക്കാൻ. അമ്മാതിരി സാധനം ആണ് ഇറക്കാൻ പോകുന്നത് ASUS ROG 9 FE എന്ന് പറയുന്ന ആ മോഡൽ. ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് സാധനം കേട്ടോ. ഞാനിങ്ങനെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സാധനം ASUS ഇറക്കുമെന്ന്. ഗെയിമേഴ്സിന് വേണ്ടി മാത്രം ഇറക്കുന്ന ഒരു അട്ടാറ് മോഡൽ റെൻഡർ ഞാൻ ഇതിലിടാം, പോയിട്ട് കണ്ടോ. വേറെ തന്നെ ഒന്നും പറയാനില്ല മക്കളെ, ഒന്നും പറയാനില്ല. റിയൽമിയുടെ ഒരു ഗെയിമിംഗ് ഫോണ് ഈ മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇന്ത്യയിലാണ് അതിൻ്റെ ലോഞ്ചിങ് വരുന്നത്. റിയൽമിയുടെ P3 Pro വിത്ത് BGMI നെറ്റ്, അതായത് PUBG നെറ്റ് കൊളാബ് ചെയ്തിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറക്കാൻ പോകുന്നത്. അതും സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 3 ചിപ്സെറ്റാണ്. 2.5 GHz ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. അതും ആ ഒരു ക്ലോക്ക് സ്പീഡിലാണ് വരുന്നത്. LPDDR4X റാം, 256 GB വേരിയൻറ്റ് വിത്ത് 12 GB റാം ആയിരിക്കും ലോഞ്ച് ചെയ്യുക. UFS കാര്യത്തിൽ ഇച്ചിരി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് 3.1 UFS സിസ്റ്റമാണ് ഇതിൽ വരാൻ പോകുന്നത്. 6000 mAh ബാറ്ററി, IP69 റേറ്റിംഗ് വെച്ചിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ ചാർജർ എന്തായാലും ബോക്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 65 വാട്ട്സിൻ്റെ ചാർജറായിരിക്കും ബോക്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഒഫീഷ്യൽ സ്റ്റോർസിൽ പോയിട്ട് ചെക്ക് ചെയ്യുക. ഇന്ത്യയിലുള്ള ഒരുപാട് ഒഫീഷ്യൽ സ്റ്റോർസിൽ എന്തായാലും ഇത് ലോഞ്ച് ചെയ്യുന്നതാണ്, ഇൻക്ലൂഡിങ് വിത്ത് BGMI അതിൻ്റെ കൊളാബും കൂടെ ആകുമ്പോൾ വേറെ ലെവലിൽ തന്നെയാണ് പറയാനുള്ളത്. പിന്നെ 4K നമുക്ക് 30 FPS നമുക്ക് വീഡിയോ റെക്കോർഡിങ്ങും ചെയ്യാൻ പറ്റും. അപ്പോൾ പോയിട്ട് കാണാം. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം. OnePlusൻ്റെ 13R എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റാണ്. അത് സ്നാപ്ഡ്രാഗൻ്റെ Gen 3 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇത് ഇറങ്ങുന്നത്. സ്പെക്ക് ഞാൻ പറയുന്നില്ല, പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. Oxygen OSൻ്റെ 15 സോഫ്റ്റ്വെയർ അപ്ഡേറ്റും, ക്യാമറയിൽ പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ക്യാമറ ഫീച്ചേഴ്സ് ഇച്ചിരി കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ. അത് മാത്രമല്ല AI ട്രാൻസ്ലേഷനും സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മൂത്താപ്പാക്ക് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇനി മൂത്തുമ്മാക്ക് ഐക്യൂൻ്റെ നിയോ അല്ല, ഐക്യൂൻ്റെ 12 5G എന്ന് പറയുന്ന മുന്നത്തെ സ്നാപ്ഡ്രാഗൺ Gen 3 ചിപ്സെറ്റിൻ്റെ ആ ഒരു ഫോണിന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒരു വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അവർ ദാനമായിട്ട് കസ്റ്റമേഴ്സിന് നൽകിയിട്ടുണ്ട്. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസുമാണ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. മുന്നേ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസ് ആയിരുന്നു ഐക്യൂൻ്റെ 12 5Gന് ഇറങ്ങിയിരുന്നത്. അപ്പോൾ മൂത്തുമ്മാക്ക് അവരൊരളവ് കൊടുത്തിട്ടുണ്ട്, ഐക്യൂക്കാർ ഒരളവ് കൊടുത്തിട്ടുണ്ട്. മൂത്തുമ്മാക്ക് ഇനി 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസും അപ്ഡേറ്റ് കിട്ടുന്നതാണ്. ആപ്പിളിൻ്റെ ഒരു പുതിയ ലോഞ്ചിങ് ഇറക്കാൻ പോകുന്നുണ്ട് ഗായ്സ്. അതായത് ഐഫോണിൻ്റെ SE4 വേണമെന്ന് വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് iPhone 4 SE എന്ന് വേണമെങ്കിലും വിളിക്കാം. അതായത് ഡൈനാമിക് ഐലൻഡ് കുന്തറാട്ടങ്ങളും ഒക്കെ ഉണ്ട്. ഒരു സിംഗിൾ ക്യാമറ ഒക്കെ വെച്ചിട്ടാണ് ഇവർ ഇറക്കുന്നതാണെന്ന് പറയണത്. പിന്നെ ഡിസൈൻ iPhone 14 അതേ ഡിസൈനാണ്. പിന്നെ 6.1 OLED സ്ക്രീന്. റിഫ്രഷിങ് റേറ്റ് ആണെങ്കിലോ അയ്യോ എനിക്ക് ചിരി വന്നിട്ട് അയ്യോ ശോകം അതിലേറെ ശോകം. 60 ഹെർട്സിൻ്റെ റിഫ്രഷിങ് റേറ്റ് ആണ് വരുന്നത്. ആപ്പിളിൻ്റെ 18 ബയോണിക് ചിപ്സെറ്റ് വിത്ത് ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ട് ചെയ്യും. 8 GB റാം ആണ് വരുന്നത്. അതായത്
നമ്മുടെ ഐഫോണിൻ്റെ 16 പ്രോൻ്റെ അതേ സെയിം ചിപ്സെറ്റാണ് ഈ ഐഫോണിൻ്റെ SE4 ഇറക്കാൻ പോകുന്നത്. ഡിസൈൻ ആണെങ്കിൽ പക്ക ഐഫോൺ 14 സിംഗിൾ ക്യാമറയാണ് ബാക്കിൽ വരുന്നത്. റെയർ ക്യാമറ സിംഗിളാണ്. OLED ഡിസ്പ്ലേ ആണ്. അത് ഇച്ചിരി അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ചാർജിങ് വരുന്നത് നമ്മുടെ Type-C ചാർജറാണ് വരുന്നത്. എത്ര വാട്ട്സിൻ്റെ ചാർജർ അതിൽ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഇത് 25 വാട്ട്സ് ആവാനാണ് സാധ്യത. പ്ലീസ് ടിം കുക്ക് അണ്ണ, നിങ്ങൾ പരമാവധി ആ രാജി വെച്ചിട്ട് നിങ്ങൾ പോവുക നല്ലത്. ബാക്കിയുള്ള കമ്പനിക്കാർ 45 അല്ലെങ്കിൽ 50 അല്ലെങ്കിൽ 65 വല്ല ഇറക്കിക്കൂടെ നിങ്ങൾക്ക്. ആപ്പിൾ ഇൻ്റലിജൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നു. അതും പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും. ജമൈനീൻ്റെ പേരിന് പകരമാണ് ഇപ്പോൾ അവരതിന് പേരിട്ടിരിക്കുന്നത്. ജമൈനിയാണ് അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത്. ജമിനി അല്ലെങ്കിൽ ജമൈനി എന്നൊക്കെ നിങ്ങൾക്ക് വിളിക്കാം. അത് ആപ്പിളിലേക്ക് വരുമ്പോൾ അതിന് ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് അവർ പേരിട്ടുണ്ട്. അത് ചിലപ്പോൾ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ആവാൻ സാധ്യത. അവരിവിടെ ഉള്ള ആൾക്കാരൊന്നും മണ്ണന്മാരാണ്, മണ്ണേശകളാണ്. മണ്ണേഷ് ഇന്ത്യയിലുള്ള കുറേ മണ്ണേശകളുണ്ട്, മിഡിൽ ഈസ്റ്റിലും കുറേ മണ്ണേശകളുണ്ട്, പിന്നെ അതേപോലെ തന്നെ യൂറോപ്പിലും പല രാജ്യങ്ങളിലും ഒരുപാട് ആപ്പിളിൻ്റെ മണ്ണേശികളുണ്ട്. ആ മണ്ണേശികളൊക്കെ ഇപ്പോൾ ആപ്പിൾ ഇൻ്റലിജൻസ് അവർക്ക് വലിയ താല്പര്യമില്ല. എത്ര ആൾക്കാർ ഉപയോഗിക്കട്ടെ എന്നുള്ളത് എനിക്കറിയില്ല. അവർക്ക് ഇതിനോട് താല്പര്യമില്ല. അവർ പ്രസ്റ്റീജ് ഇഷ്യൂ, എൻ്റെ കയ്യിലൊരു ആപ്പിൾ ഉണ്ടല്ലോ എന്നുള്ളത്, ആ ഒരു പൊങ്ങച്ച കാണിക്കാൻ വേണ്ടിയിട്ട് മേടിക്കുന്ന സാധനം 60 ഹേർട്സ്. എന്താ ഞാൻ പറയാം, ടിം കുക്ക് അണ്ണ, നിങ്ങൾ ബെറ്റർ നിങ്ങൾ ജോലി രാജിവെക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് നല്ല രീതിയിൽ പിള്ളേരെ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കും. ആപ്പിളോരോടാണ് പറയണത്. കാവിയറിൻ്റെ സൈഡിൽ നിന്ന് ഒരു പുതിയ ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് ഐഫോണിൻ്റെ 16 പ്രോ സീരീസ്, 16 പ്രോ മാക്സും ബിറ്റ്കോയിൻ എഡിഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇൻസ്പയർഡ് ബൈ ബിറ്റ്കോയിൻ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതും 24 ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് വെച്ചിട്ടാണ് ഇറക്കാൻ പോകുന്നത്. ബിറ്റ്കോയിനായിട്ടൊക്കെ ഇൻസ്പയർ ചെയ്തിട്ട് കാവിയർ ഇങ്ങനൊരു സാധനം ഉണ്ടാക്കി. വില ഐഫോൺ 16 പ്രോന് $11,860. ഞാനത് ഇനി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ബോധം പോവും, നിങ്ങളെ ബോധം പോവും. ഇനി പ്രോ മാക്സിൻ്റെയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു 15,000 സംതിങ് ഡോളർ ആവാനാണ് സാധ്യത. അപ്പോഴും നിങ്ങളെ ബോധം വീണ്ടും പോവും. ഉള്ളവരെന്നെ ഇവിടെ കിഡ്നിയും വീടും പണയം വെച്ചിട്ടാണ് ഐഫോൺ 16 പ്രോ മാക്സ് എടുക്കുന്നത്, ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി കാവിയറിൻ്റെ 16 പ്രോൻ്റെ വിലയും 16 പ്രോ മാക്സിൻ്റെ വിലയും ബിറ്റ്കോയിൻ എഡിഷന് ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ബോധം ഇല്ലാണ്ടാവും. പിന്നെ നിങ്ങൾ വെന്റിലേറ്ററിലൊക്കെ കിടക്കേണ്ട ഒരവസ്ഥ എത്തും. അതുകൊണ്ട് പരമാവധി ചുരുക്കി പറയും, കാവിയർ ഇതാ ഒരു ബിറ്റ്കോയിൻ എഡിഷൻ ഇറക്കണം. ഇതാരെ ഇൻസ്പയർഡ് ആക്കിയെന്ന് വെച്ചാൽ ബിറ്റ്കോയിനെ ഇൻസ്പയർഡ് ആക്കിയാണ്. പിന്നെ ട്രംപ് രണ്ടാമതും തിരിച്ചു വന്നല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടും കൂടിയിട്ട് എന്താ പറയുക, ഒരു സമർപ്പണം, അത്രമാത്രം. ന്യൂസ് അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ലൈക്ക് ഐഫോണും കൂടിയിട്ട് ഒരു വലിയ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ക്യാമറ ആക്സസറീസിൽ ഒരു പുതിയ ഒരു അനൗൺസ്മെൻ്റാണ് നടത്തിയിരിക്കുന്നത്. അതായത് രമണ, ഇനി ഐഫോണിൽ നമുക്ക് ലൈക്കൻ്റെ ക്യാമറ ഗ്രിപ്പ് യൂസ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് ഇതിൽ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ ഷട്ടർ സ്പീഡ് മാറ്റാം, അപ്പർച്ചർ മാറ്റാം, എക്സ്പോഷർ കോമ്പൻസേഷൻ മാറ്റാം, ഫോട്ടോ ക്ലിക്ക് ചെയ്യാം, പിന്നെ പോരാത്തതിന് നമുക്ക് സൂമും ചെയ്യാൻ പറ്റും. നല്ലൊരു കാര്യം. അതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. ഇതേപോലത്തെ സാധനങ്ങൾ മേടിച്ചിട്ട് തേർഡ് പാർട്ടി ആക്സസറീസ് മേടിച്ചിട്ട് ഫോട്ടോ എടുക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൽ അവർ ക്യാമറ ഷട്ടർ ബട്ടൺ വെച്ച അലൈൻമെൻറ്റ് ഉണ്ടല്ലോ, വളരെ ഷോക്കാണ്. അതെനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്താൽ ഭയങ്കര സ്ട്രെസ്സായിട്ടാണ് എനിക്ക് ഹോറിസോണ്ടൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. വെർട്ടിക്കലിൽ ഓക്കെ, അതിൻ്റെ ടച്ച് സെൻസിറ്റിവിറ്റി അടക്കം വളരെ പോക്കാണ്. 16 പ്രോന് പ്രോ മാക്സിൻ്റെ ടച്ച് സെൻസിറ്റിവിറ്റി, ക്യാമറ ഷട്ടർ ബട്ടൻ്റെ സെൻസിറ്റിവിറ്റി പോലും തല്ലിപ്പൊളിയാണ്. അതിന് പകരം ഇതേപോലെ ലൈക്കയുടെ വല്ല ആക്സസറീസൊക്കെ യൂസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഈവൻ സൂം ചെയ്യുമ്പോൾ പോലും ഭയങ്കര ഗ്ലിച്ചിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനും ബെറ്റർ
ഇതാ ഇത് തന്നെയാണ് ബെറ്റർ. ഏത് ഈ തേർഡ് പാർട്ടി ക്യാമറ ഗ്രിപ്പ്. പിന്നെ അത് മാത്രമല്ല, ഇനി ഈ ലൈക്കയുടെ ഈ ക്യാമറ ആക്സസറീസ് ഉണ്ടല്ലോ, ഇതിൽ മാക്സേഫിൻ്റെ ചാർജർ അടക്കം ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ലൈക്കേണ്ടതായതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ട്. വേറെ വരെ കമ്പനിയുടേതാണെങ്കിൽ ഞാൻ ഒപ്റ്റ് ചെയ്യാതെ ഞാൻ നിങ്ങളോട് പറയില്ല. ലൈക്ക് ആയതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിലുണ്ട്. ക്യാമറൻ്റെ ഗ്രിപ്പ് ഒരു ഹോൾഡിങ് ഗ്രിപ്പാണ്, അടിപൊളി സാധനമായിരിക്കും. പ്രതീക്ഷിക്കട്ട. ഐഫോൺ ആകുമ്പോൾ ഒരു വേറെ ലെവലായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ട്. പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ഗൂഗിൾ മെസ്സേജിൽ ഇനി നിങ്ങൾക്ക് വാട്സാപ്പ് കോളിംഗ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുകയാണ്. ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഗൂഗിൾ മെസ്സേജിൽ ഇനി വാട്സാപ്പ് കോളിംഗ് കൂടെ ചെയ്യാമെന്ന് പറയുന്നത് വേറെ തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാൻ ഉള്ളതാണ്. അപ്പം ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന്. ഇനി അടുത്ത അപ്ഡേറ്റ് പറയുകയാണെന്ന് നമ്മുടെ ഇന്ത്യൻ റീജിയനിലേക്ക് നമ്മൾ പോയാൽ, നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്ത് വാട്സാപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്ത്യൻ വാട്സാപ്പിൽ ഇനി നിങ്ങൾക്ക് കറണ്ട് ബില്ലുകൾ അടക്കാം, ലാൻഡ് ഫോണിൻ്റെ ബില്ലുകൾ അടക്കാം, ഗ്യാസും കുറ്റിയുടെ ബില്ലടക്കാം, പോസ്റ്റ് പെയ്ഡിൻ്റെ ബില്ലുകളൊക്കെ നമുക്ക് ഇനി വാട്സാപ്പ് മുഖേന ഇനി അടക്കാം. നിങ്ങൾ ഇനി കറണ്ട് ബില്ല് അടക്കണം എന്നുണ്ടെങ്കിൽ പേടിഎമ്മോ അതോ ഒന്നും വേണ്ട, നിങ്ങൾക്ക് വാട്സാപ്പ് മുഖേന അടക്കം വെച്ചിട്ട് നിങ്ങൾക്ക് ബില്ലടക്കാനും പറ്റുന്നതാണ്. എനിക്ക് ഈ ഒരു അപ്ഡേറ്റ് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഇനി ഒക്കെ ഡിജിറ്റലിലേക്ക് ഓൾറെഡി മാറിക്കഴിഞ്ഞു. ഇത് കുറച്ചും കൂടെ ഡിജിറ്റലിലേക്ക് ഇപ്പോൾ നിലവിൽ വാട്സാപ്പ് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ വീണ്ടും ഞാനൊരു റിമൈൻഡർ നിങ്ങൾക്ക് തരാണ്. ഇന്ത്യൻ യൂസേഴ്സ്, ഇന്ത്യൻ നമ്പറിലുള്ള വാട്സാപ്പുള്ള ആൾക്കാർ ഒന്ന് പോയിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് ദുബായിലെ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കറണ്ട് ബില്ലും പോസ്റ്റ് പെയ്ഡ് ബില്ലും ഗ്യാസും കുറ്റിയുടെ ബില്ലും ഒക്കെ നിങ്ങൾക്ക് വാട്സാപ്പിൽ ബില്ലടക്കാൻ പറ്റും. ഇനി അടുത്ത നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഡീറ്റെയിലിലേക്ക് നമുക്ക് കിടക്കാം. അതായത് ചൈനീസ് ഒരു പുതിയ ഒരു സാധനം ഇറക്കിയിട്ടുണ്ട്. ഒരു വെല്ലുവിളി, അമേരിക്കൻസിനൊക്കെ അത് ഭയങ്കര വെല്ലുവിളിയാണ്. ജെമിനിയും ചാറ്റ് ജിപിടിയും അതിനൊക്കെ വെല്ലുവിളിക്കുന്ന ഒരു മുതൽ ഇറക്കിയിട്ടുണ്ട്. എൻ്റെ വീഡിയോയിൽ ഇച്ചിരി ഡിലേ ആയിപ്പോയി എന്നുള്ളത് മാത്രമാണ് ഒറ്റ കാര്യം. നിങ്ങളത് ക്ഷമിച്ചേ പറ്റൂ. ഇച്ചിരി ഡിലേ ആയിപ്പോയി. അതിൻ്റെ പേരെന്താണെന്ന് പറയുക, ഡീപ് സീക്ക് എന്നാണ് പേര്. ഇത് ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് അല്ലാത്ത ഒരു AI സിസ്റ്റമാണ് ചൈനക്കാരുണ്ടാക്കിയത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലോകത്തിൽ ഏറ്റവും എക്സ്പെൻസീവ് അല്ലാത്തൊരു AI സിസ്റ്റം വെച്ചിട്ടാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. ഇത് ജെമിനിനെയും ചാറ്റ് ജിപിടിനെയും കാട്ടും വെല്ലുവിളിക്കുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്കറിയാലോ, ചൈനക്കാർ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര കോസ്റ്റ് കട്ടിങ്ങുമാണ്. അതുകൊണ്ടാണ് ചൈന ആ കാര്യത്തിൽ നമ്പർ 1. അതും പോരാണ്ട് ജെമിനിനെക്കാട്ടും 6 ലെവൽ AI ബുള്ളറ്റിംഗ് ഉണ്ട്, AI സമ്മറൈസിംഗ് ഉണ്ട്, ഡീറ്റെയിലിംഗ് ഉണ്ട്. അതിനെക്കാട്ടും 50 ഇരട്ടി ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഡീപ് സീക്കിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കക്കാർക്ക് അതൊരു വെല്ലുവിളിയായിരിക്കണം. അവരുടെ എഞ്ചിനീയർമാർക്കൊന്നും ഇനിയിപ്പോൾ ഡീപ് സീക്കിൻ്റെ 50% ലെവല് പോലും എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഞാൻ ട്രൈ ചെയ്തിട്ട് ഡീപ് സീക്ക് എൻ്റെ ഫോണിലുണ്ട്, നത്തിങ് 2 ഞാനെന്തോ ഒരു യൂട്യൂബ് തമ്പനയിലൊന്ന് വെറുതെ ഒന്ന് അടിച്ചു നോക്കിയതാണ്. MBO അത്രയും കൺസ്യൂം ചെയ്യണില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യം. പ്ലേ സ്റ്റോറിൽ സാധനം ഇരിക്കുന്നുണ്ട്. ജെമിനിയിലൊക്കെ നമുക്ക് പെയ്ഡ് സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അത്രയും വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റാം. പക്ഷേ ഡീപ് സീക്കിലതല്ല. ഡീപ് സീക്കിലാണ് എന്തെങ്കിലും ഒരു മാറ്റർ നമ്മൾ അടിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അതിൻ്റെ സമ്മറൈസിങ്ങും അതിൻ്റെ ബുള്ളറ്റിങ്ങും ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര പ്രിസൈസാണ്. പ്രിസൈസാണ്. ഒരു ഇങ്ങനെയാണ് ഡീപ് സീക്കും ജെമിനി ഇങ്ങനെയാണ്. ആ ലെവലിലാണ് ഇപ്പോൾ ഡീപ് സീക്ക് ഉണ്ടാക്കിയത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എല്ലാ ഇക്വേഷൻസും
വളരെ പെർഫെക്റ്റ് നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടും. ഇനി ഇന്ത്യൻ മഹാരാജ്യത്ത് അവർ സ്വന്തമായിട്ട് ഒരു AI സിസ്റ്റം ഗവൺമെൻറ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഡീപ് സീക്കിന് ഒരു വെല്ലുവിളി ആകുമോ എന്നുള്ളതാണ് എനിക്കൊരു സംശയം പറയാൻ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം വീണ്ടും കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്താം. പിന്നെ ഒരു പുതിയൊരു അപ്ഡേറ്റ് പറയാനുണ്ട്. നമ്മുടെ ഫിനാൻസ് മന്ത്രി സീതാരാമൻ പുതിയ ഒരു ന്യൂസ് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ അപ്ഡേറ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐഫോണ്, അതേപോലെ ഓപ്പോ, ഷിയോമി, സാംസങ് ഒക്കെ ഇപ്പോൾ ഇന്ത്യയിൽ ഫാക്ടറി വരാൻ പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു വലിയൊരു അഭിമാനമാണല്ലോ നമുക്ക്. അത് കൊണ്ടുവരാൻ പോകുന്നത് നമ്മുടെ ലെജൻഡറി രത്തൻ ടാറ്റയുടെ കമ്പനിയാണ് അത് കൊണ്ടുവരാൻ പോകുന്നത്. ഇപ്രാവശ്യം ഈ സ്പെയർ പാർട്സ് ഉണ്ടല്ലോ, നമ്മുടെ മൊബൈലിൻ്റെ സ്പെയർ പാർട്സിൻ്റെ കോസ്റ്റ് കുറക്കാൻ പോവുകയാണ്. സാധാരണ അത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവായിരുന്നു സ്പെയർ പാർട്സ്. ഇപ്രാവശ്യം ഇന്ത്യയിലേക്ക് ഈ 4 പറഞ്ഞ കമ്പനി, സാംസങ്, ഓപ്പോ, ഷിയോമി, പിന്നെ ആപ്പിൾ ഒക്കെ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സീതാരാമൻ്റെ ഒരു നല്ല ബുദ്ധി തോന്നിയ ഒരു കാര്യം ഇനി സ്പെയർ പാർട്സിൻ്റെ കോസ്റ്റുകൾ കുറക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ വിലകളും കുറയും. ഓപ്പോ, ഷിയോമിക്കും ഇന്ത്യയിൽ വില കുറവാണ്. ഇപ്പോൾ ഏറ്റവും വില കൂടുതൽ നിലവിലുള്ളത് നമ്മുടെ സാംസങ്ങിനും മൈറ്റി ആപ്പിളിൻ്റെ ടീം കുക്കാണ്, എൻ്റെ ആപ്പിളിനാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ വില കൂടുതലാണ്. ഫോൺ ഈ 2 കമ്പനികൾക്കും ഫോണിൻ്റെ പ്രൈസ് ഭയങ്കര കൂടുതലാണ്. നമ്മൾ ദുബായിൽ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സത്യത്തിൽ വളരെ കൂടുതലാണ്. കാരണം ഇന്ത്യയിൽ അത്രയും ടാക്സ് ഉണ്ട്, അതുകൊണ്ടാണ് അതിന് വില കൂടുതൽ. ഇപ്രാവശ്യം സീതാരാമനിക്ക് ബുദ്ധി വെച്ചുകൊണ്ട് ഇനി ഐഫോണിൻ്റെ സ്പെയർ പാർട്സിനും സാംസങ്ങിൻ്റെ സ്പെയർ പാർട്സിനും അഫോർഡബിൾ രീതികളിൽ സ്പെയർ പാർട്സ് ഇമ്പോർട്ട് ചെയ്യാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. ആ കാര്യത്തിലിടയിൽ സീതാരാമന് ഞാനിതാ എൻ്റെ വലിയൊരു ഹാറ്റ്സ് ഓഫ് ടു യു എന്ന് എനിക്ക് പറയാനുണ്ട്. നല്ല കാര്യമാണ്, നല്ല തീരുമാനമാണ് നിങ്ങളെടുത്തത്. അതാണ് വേണ്ടത്. അല്ലാണ്ട് സ്പെയർ പാർട്സിന് വില കൂട്ടി ഫോണിന് വില കൂട്ടിയിട്ട് ആൾക്കാരെ ഇറക്കുന്ന രീതിയിൽ ഇനി ഫോൺ ഇറക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു പ്രതീക്ഷ കൂടെയാണ് സാംസങ്ങിനും ആപ്പിളിനും ഈ ഒരു ന്യൂസ് അപ്ഡേറ്റ് അനുകൂലം ആകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്ത് നമ്മുടെ ഗവൺമെൻറ് BJP ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ ഒരു നിയമം വന്നിട്ടുണ്ട്. അതായത് മൊബൈൽ ഉപയോഗിക്കുന്ന ഇന്ത്യൻ യൂസേഴ്സിന് ഇന്ത്യൻ സ്റ്റോർ, പ്ലേ സ്റ്റോർ പോലത്തെ ഒരു ആപ്പ് സ്റ്റോർ വരാൻ പോകുന്നുണ്ട്. അതുപോലാണ്ട് ഇന്ത്യൻ്റെ ഗവൺമെൻറ് ഒഫീഷ്യൽ ആപ്ലിക്കേഷൻസ് ഇന്ത്യൻ യൂസേഴ്സിന് ഡൗൺലോഡ് ചെയ്ത് വെക്കണം എന്നുള്ള ഒരു ന്യൂസ് അപ്ഡേറ്റാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഒരു നിഗമനം എനിക്ക് തോന്നുന്നത് ഒരുപാട് ഫ്രോഡ് കേസസ് യവന്മാർക്ക് പിടിക്കാൻ വേണ്ടിയാണോ എന്നാണ് എൻ്റെ ഒരു സംശയം. ആ ഒരു സംശയം നിങ്ങൾ എനിക്ക് തീർത്ത് തരണമെങ്കിൽ എനിക്ക് അത്രയും നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും ഉപകാരമാണ് പറയാനുള്ളത്. അപ്പോൾ ഇത് ഇന്ത്യൻ യൂസേഴ്സിന് മാത്രമല്ല. അപ്പോൾ ഇന്ത്യൻ മഹാരാജ്യത്ത് ഒരുപാട് ജനങ്ങളുണ്ട്. ആ ജനങ്ങളിൽ കുറച്ച് ഭൂരിഭാഗം മലയാള ഈ വ്യൂവേഴ്സ് ഇത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു അറിവ് ഉപകാരപ്പെടുന്നതാണ്. മിഡിൽ ഈസ്റ്റുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു അറിവ് നിങ്ങൾക്കും നല്ലതാണ്. ഇനി നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഫോൺ മേടിക്കണമെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതാണ്. നിർബന്ധമായിട്ട് ചെയ്യണം. ഇറ്റ്സ് മാൻഡേറ്ററി. ഇനി നമ്മുടെ PS6 2026 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു മിഡ് വീക്കോടെ തന്നെ കൂടിയിട്ടൊക്കെ ആയിരിക്കും അതിൻ്റെ ലോഞ്ചിങ് ആണ് എന്നാണ് നമുക്കൊരു പ്രതീക്ഷ. ഇനി ഇതിൻ്റെ സ്പെക്കിലേക്ക് കടക്കുമ്പോൾ ഇതിൽ നമുക്ക് 4K 120 FPS വീഡിയോ ഗെയിം കളിക്കാൻ പറ്റും. പിന്നെ 8K ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. മുന്നത്തേൽ നമുക്ക് PS5 പ്രോയിലും PS5ലും നമുക്ക് 30 FPS ആണ് നമുക്ക് കളിക്കാൻ പറ്റിയിരുന്നത് 8K ചെയ്യുമ്പോൾ. ഇപ്രാവശ്യം PS6ൽ അത് 60 FPS ഇച്ചിരി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ AI ഫീച്ചേഴ്സ് കൂടെ കൂട്ടിയിട്ടുണ്ട്.
പിന്നെ ഏറ്റവും വലിയ സന്തോഷ വാർത്ത പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് കിടക്കാം. ഗെയിമിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ ഒരു ഹൈപ്പ്നെസ് വരാൻ പോകുന്നത് നമ്മുടെ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ 6 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. സെപ്റ്റംബറിലാണ് അതിൻ്റെ ലോഞ്ചിങ്. ഒരു 16-ാം തീയതി, സെപ്റ്റംബർ 16-ാം തീയതി ആയിരിക്കും അതിൻ്റെ ലോഞ്ചിങ് വരാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം അതിൻ്റെ ടീസർ ഇറങ്ങിയിരുന്നു. ഇപ്രാവശ്യം അതിൻ്റെ ട്രെയിലർ ഇറങ്ങും. ഒരു ജൂൺ ഓടത്തിനെ കൂടിയിട്ട് അതിൻ്റെ ട്രെയിലർ ഇറങ്ങാൻ സാധ്യത ഉണ്ട്. ഐ ആം വെയിറ്റിംഗ് ഫോർ ഇറ്റ് എന്ന് വേണമെങ്കിൽ നിങ്ങളോട് പറയാം. ലാസ്റ്റത്തെ ന്യൂസ് അപ്ഡേറ്റിലേക്ക് നമുക്ക് കടന്നാലോ? ലാസ്റ്റത്തെ ന്യൂസ് അപ്ഡേറ്റ്, ഞാൻ നേരെ UK പോകണം. പ്ലെയിൻ എടുത്തിട്ടല്ല പോകുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ വരാം. എൻ്റെ വീഡിയോയിൽ നിങ്ങൾ ഒരുമിച്ചിട്ട് എൻ്റെ കൂടെ വരാം. അപ്ഡേറ്റ് അവിടുത്തെ അപ്ഡേറ്റാണ് പറയാൻ പോകുന്നത്. ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇറക്കിയിരുന്നു. ആപ്പിൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഇറക്കിയിരുന്നു, എല്ലാവർക്കും അറിയാം എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതിന് ശേഷം നമ്മുടെ ഇലോൺ മസ്ക് 2028 സ്റ്റാർ ലിങ്ക് എന്ന് പറഞ്ഞ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തിയിരുന്നു. അതിപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഒരു ശുരു കരയുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്റ്റാർട്ടിങ് തുടങ്ങിക്കൊണ്ടേയിരിക്കണം. ഒരുപാട് ആൾക്കാർ നമ്മുടെ UAE യൂസേഴ്സൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട്. ഇപ്പോൾ നിലവിൽ അതിൻ്റെ ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് എന്ന് പ്രാബല്യത്തിൽ വരും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. എന്നാൽ UK ഒരു കമ്പനി ഉണ്ട്, വോഡാഫോൺ. യവന്മാർ സാറ്റലൈറ്റ് കോളിംഗ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടെസ്റ്റിങ് നടത്തിയിട്ടുണ്ട്, അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് രമണ ഇത് എവിടെയാണ് വിജയിച്ചതെന്നറിയോ? ഒരു റിമോട്ട് ഏരിയയിൽ പോയിട്ട് ഇതിൻ്റെ എൻജിനീയർമാരുണ്ടല്ലോ, എൻജിനീയറും CEO കൂടിയിട്ടൊരു ലൈവ് കോൺവെർസേഷനും ലൈവ് കോളിങ്ങും വീഡിയോ കോളിങ്ങും കൂടെ നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹം ആദ്യം കോൾ ചെയ്തു. കോളിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, അപ്പാര സിഗ്നൽ റേഞ്ച്, അതും റിമോട്ട് ഏരിയകളിൽ. സാധാരണ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സിഗ്നൽ 2G നെറ്റ്വർക്കിലേക്ക് കിട്ടും. ഇവർ ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കണക്ട് ചെയ്തിട്ട് അവർക്ക് ഫുൾ സ്ട്രെങ്ത്തിലാണ് കിട്ടുന്നത്. ആ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നെറ്റ്വർക്കിന് വളരെ ഷോക്കാണ്. ഇത് വെച്ചിട്ട് അവർ ഫുൾ നെറ്റ്വർക്ക്. ഇനി അതും മാത്രമല്ല, കോളിങ് അതും സക്സസ് ആയി. നെറ്റ് അവർ ട്രൈ ചെയ്തു, അതും സക്സസ് ആയി. ഇതിലേറ്റവും വലിയ സക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിതിൽ വീഡിയോ കോളും ചെയ്തു, അത് അതിലേറെ സക്സസ്. ഞാൻ എന്താ ഇതിന് പറയാ, വേറെ ലെവൽ തന്നെ. ആ ഒരു ലെവലിലേക്കാണ് ഇപ്പോൾ ഇവർ ഇന്നോവേഷൻ ഉണ്ടാക്കിക്കുന്നത്. വേറെ തന്നെ അപ്പാര കഴിവ്. ഈ വോഡാഫോണിൻ്റെ CEO ആരെന്നറിയോ? ഒരു പെണ്ണാണ്. അപ്പോൾ ഇവരെ തല എന്തായിരിക്കും, അതും റിമോട്ട് ഏരിയയിൽ. ഇതിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് നമ്മുടെ ഈ ടിവിൻ്റെ ഡിഷില്ലേ, അതേപോലത്തെ ടെക്നോളജിയാണ് ഇത് ഇറക്കിക്കുന്നത്. അതും ഇത് 360 ഡിഗ്രിയിൽ ഇത് തിരിയും. സാറ്റലൈറ്റ് എവിടെയാണോ അതിനനുസരിച്ചിട്ട് ഇത് 360 ഡിഗ്രിയിൽ കവർ ചെയ്യുകയും ചെയ്യും. ആ റേഞ്ച് അത് പിടിക്കുകയും ചെയ്യും. ആ ലെവലിലാണ് ഈ സാധനം ഉണ്ടാക്കിയത്. അത് ഭയങ്കര വിജയമാണ് ഇപ്പോൾ അവിടെ. ഇനിയിപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും UK ഇനി സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കോളിങ് എന്തായാലും വരും. യാതൊരു രീതിയിലും അതിൻ്റെ തർക്കം വേണ്ട. ആ ലെവലിലേക്കപ്പാണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ പോകുന്നത്. എൻ്റെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് ഞാൻ പറയുന്നത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് ഇത്ര ഡീറ്റെയിൽ. ബാക്കിയുള്ളവർ ജസ്റ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അവരാരും പറഞ്ഞിട്ടില്ല. ആ കാര്യത്തിൽ എനിക്ക് അഭിമാനിക്കാം. നിങ്ങൾ വേറെ ഏത് വീഡിയോ എടുത്ത് നോക്കിക്കോ, ഒരു കുഴപ്പമില്ല. അവരൊന്നും അതിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിൽ എന്താണ് അതിൻ്റെ പ്രവർത്തനം, അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് അവരതിൻ്റെ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഭാവിയിൽ വരാൻ പോകുന്നതൊക്കെ ഇനി സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. വോഡാഫോൺ തുടങ്ങി വെച്ചു. ഇനി നമുക്ക് എലോൺ മസ്കിൻ്റെ സ്റ്റാർ ലിങ്ക് കൂടെ വെയിറ്റ് ചെയ്യാം എന്തായിരിക്കും എന്നുള്ളത്. അമേരിക്കയിൽ ഇപ്പോൾ ഓൾറെഡി സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. 14 Pro സീരീസും 16 Pro സീരീസിനും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അത് നമുക്ക് SOS മെസ്സേജ് വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുക.
പക്ഷെ അതിൽ നമുക്ക് കോളിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിലതല്ല, ഇതിൽ നമുക്ക് ഇനി കോളിങ്ങും ചെയ്യാം. ഇനി ഇതിപ്പോൾ അവർ ഒഴിഞ്ഞ എന്താ പറയുക റിമോട്ട് ഏരിയകളിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇവർ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മലപ്രദേശത്ത് എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത്, അതിനും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാണ്ടിരിക്കും. അതൊന്നും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു കാര്യമായിരിക്കും. വോഡാഫോൺ കൊടുന്ന സ്ഥിതിക്കുണ്ട് അവിടെ 3 മൊബൈൽസും വേറെ കമ്പനികളൊക്കെ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം എന്തായാലും ഉണ്ടാവും. ഇനി മലപ്രദേശത്താണ് എനിക്ക് അറിയേണ്ട ഒരു കാര്യം, എത്ര എഫക്റ്റീവാണ് എന്നുള്ളത്. സ്പീഡിൻ്റെ കാര്യത്തിലും നെറ്റ്വർക്കിൻ്റെ കോളിങ്ങിലായാലും വീഡിയോ കോളിങ്ങിലായാലും ഡാറ്റ യൂസേജിലും എത്ര എഫക്റ്റീവ് ആവും എന്നുള്ളതാണ് എനിക്ക് കണ്ട് അറിയേണ്ട ഒരു കാര്യം. കാരണം അവർ വീഡിയോ കോളിങ് ചെയ്തത് ഇരുട്ടത്താണ്. അപ്പോൾ ഇരുട്ടത്ത് എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല ഇത് മലപ്രദേശത്താണോ വീഡിയോ കോൾ ചെയ്തത്. പക്ഷേ എന്തായാലും റിമോട്ട് ഏരിയകളിലാണ് അവർ കോൾ ചെയ്തിട്ടുള്ളത്. അത് ഇച്ചിരി കൂടെ അവർ പ്രിസൈസ് ആക്കണമെന്നാണ് എനിക്ക് വോഡാഫോണിനവരോട് പറയാനുള്ളത്. ഇനി മലപ്രദേശത്ത് എന്തായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് ഐ എം വെയിറ്റിംഗ് ഫോർ ഇറ്റ്. നിങ്ങളും വെയിറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.